ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കായലിൻ്റെ തീരത്ത്, അതായത് ഒരു കോവളത്തിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് വവ്വാക്കായൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടിലേക്ക് പോവാണ്. കുറച്ച് ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാം എന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം മനോഹരമായ കാഴ്ചകളാണ്, പ്രകൃതി രമണീയമായ കാഴ്ചകൾ, വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷവും. വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും മാത്രം. ഈ 24th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷത്തോടു കൂടി പോവാണ്. അപ്പം അതിലേക്ക് നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല ഒരു യോഗയൊക്കെ ചെയ്യാം, അങ്ങനെ ഒരു പ്രസൻ്റായിട്ടുള്ളൊരു വലിയ ബഹളവും തിരക്കും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. നമ്മൾ ഈ കവിതയിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലം. കവിത എഴുതാവുന്നവർക്കും എഴുത്തുകാർക്കും ഒക്കെ ചെന്ന് കുറേ സമയം വെറുതെ ഇരിക്കാം. ഫോറിനേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. കിച്ചണൊക്കെ ഉണ്ട്, നമുക്ക് തന്നെ കുക്ക് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു വില്ല ടൈപ്പാണ്, നമുക്ക് ഇറങ്ങി ഇവിടേക്ക് ഇരിക്കാം. പിന്നെ അടുത്ത് തന്നെ കോവളം, മീഞ്ഞം അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ തന്നെ മനോഹരമാണ്. പഴയ ആ ഒരു തറവാടിൻ്റെയൊക്കെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട്, മഴയൊക്കെ ഉള്ള ദിവസം നല്ല രസമാണെന്നാണ് പറയുന്നത്. മഴയുള്ള ദിവസം ഈ കായൽ ഇങ്ങ് കയറി വരുമെന്ന് അവിടെയുള്ള ആൾ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അവരുടെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും ഞങ്ങൾക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഫുഡെല്ലാം സെറ്റ് ചെയ്തെല്ലാം ഇതായി വെച്ച് അവരുടെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ പോയതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവിടുത്തെ കുഞ്ഞു മോൾക്ക് എന്തോ പെട്ടെന്നല്ല, കുഞ്ഞിന് വയ്യായിരുന്നു. പക്ഷേ അത് ഇച്ചിരി കൂടുതലായി. അപ്പോൾ ചെന്നപ്പോൾ ഒരു മൂഡ് ഔട്ട് പോലെയൊക്കെ ആയിരുന്നു. പിന്നെ അവർ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ വന്നതുകൊണ്ട് കുറച്ച് വിഷമമായിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന സ്ഥിതിക്ക് എന്തായാലും അവിടുത്തെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, പിന്നെ റീൽസൊക്കെ എടുത്തു. പിന്നെ മോൾക്ക് കുഴപ്പമില്ല, അത് എന്തോ റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് വിളിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരാശ്വാസമായി. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ അവിടെ. കുറച്ചുകൂടെയൊക്കെ വീഡിയോസ് എടുത്തിടണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മാനസികാവസ്ഥ കാരണം കൂടുതൽ അവിടുത്തെ വിശേഷങ്ങൾ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അവർ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത കേക്ക്. നമ്മൾ പിന്നെ പെട്ടെന്ന് രാത്രി നല്ല ആംബിയൻസ് ആണെന്ന് പറഞ്ഞു. രാത്രിയാവും തോറും ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാനെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഇല്ലായിരുന്നു കൂടെ. പക്ഷേ എന്നാലും നമ്മൾ പോയ സ്ഥിതിക്ക് പിന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടി കേക്കെല്ലാം അറേഞ്ച് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അവിടുത്തെ ഫുഡെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ചു. കേക്ക് കട്ട് ചെയ്ത ഷോർട്സായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല ഫുഡാണ്, പറയാതെ വയ്യ. ആ കരിമീൻ പൊള്ളിച്ചതിൻ്റെ മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പവും നമ്മൾ പറയുന്ന ഫുഡ് അവരുണ്ടാക്കി തരും. നമ്മളിവിടെ കരിമീനിൻ്റെ ഇതാണ് പറഞ്ഞത്, ഫിഷ് മതി എന്ന് പറഞ്ഞു. അപ്പം രാത്രി ആംബിയൻസ് കുറച്ചുകൂടി ഇരുട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ലേക്ക് വ്യൂ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ശരി, ഇതുപോലുള്ള സുന്ദരമായ വീഡിയോസുമായിട്ട് വരാം. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.